നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭാഗവതം തുടങ്ങുന്നത് ഭഗവാന്റെ മാഹാത്മ്യത്തിൻ്റെയും ഭഗവത് ഭക്തിയുടെയും കഥകൾ പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം വ്യാസഭഗവാന്റെ മകനായ ശുകനോട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഭാഗവതത്തിൻ്റെ സാരത്തിലേക്ക് വളരുന്നത്. ചോദ്യം ഇതായിരുന്നു: മരണാസന്നനായ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കലശലായി രോഗം ബാധിച്ച് മരണം മുന്നിൽ കാണുന്ന ഒരു വ്യക്തി മാത്രമല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത്. മരണം തൊട്ട് മുന്നിലുണ്ടെന്ന വിചാരത്തോടെ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതാണ്. മരിക്കാൻ പോകുന്ന ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇതിനുത്തരം ഭാഗവതത്തിലുണ്ട് എന്നല്ല, ഉത്തരം ഭാഗവതം തന്നെയാണ്. ഭാഗവതം മുഴുവൻ ഈ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഒരു ആചാര്യൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാസഭഗവാൻ ഉത്തരം തരുന്നു. വ്യാസൻ പറയുന്നത് ഓരോരുത്തരും ചെറുപ്പം മുതലേ ഭഗവാനോട് ഭക്തിയും മമതയും വളർത്തണം എന്നാണ്. സുഖദുഃഖ സമ്മിശ്രമായ ലോകത്തിൽ ആഗ്രഹങ്ങൾക്ക് പുറകെ പായാതെ മരണമടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉത്ഭവസ്ഥാനമായ ഭഗവാനിലേക്ക് പോകുവാൻ തയ്യാറായിരിക്കൂ എന്നാണ് വ്യാസൻ ഭാഗവതത്തിലൂടെ ഉപദേശിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ജടിലോ മുണ്ടി ലുഞ്ചിത കേശഃ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ച ന പശ്യതി മൂഢഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജടാധാരിയായ ഒരാൾ, മുണ്ടിത ശിരസ്കനായ മറ്റൊരാൾ, വേറൊരാളാകട്ടെ തലമുടിയെ പിഴുതു മാറ്റിയെടുത്തിരിക്കുന്നു. കാഷായ വസ്ത്രം തുടങ്ങി പലവിധ വേഷങ്ങളും ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ആൾ മൂഢൻ തന്നെ. മായയാൽ മോഹിതനായിരിക്കുന്നു എന്നതാണ് മൂഢൻ. പല ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സ്വാർത്ഥപ്രേരിതനായി വേഷം കെട്ടി നടക്കുന്നവരെക്കുറിച്ച് പറയുന്ന ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. മോഹമുദ്ഗരം രണ്ടാം ഭാഗമാണ് ശ്രദ്ധിക്കുന്നത്.
അതിൽ 5-ാം ശ്ലോകം. ഇതിൽ ഓരോ ശ്ലോകവും തന്നെ വിചാരത്തെ, വിവേകത്തെ, വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നവയാണ്. ഏതൊരു മനുഷ്യനിലും സൂക്ഷ്മ വിചാരം ഉണർത്തുന്നവയാണ്. 5-ാം ശ്ലോകം. ജടിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബരബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജടിലഃ, ജടയ ധരിച്ചവൻ. മുണ്ടീ, മുണ്ടനം ചെയ്ത് മൊട്ടവടിച്ച ശിരസോടുകൂടിയവൻ. ലുഞ്ചിതകേശഃ, ലുഞ്ചനം ചെയ്യപ്പെട്ട, പിഴുതെടുക്കപ്പെട്ട കേശരോമങ്ങളോടുകൂടിയവൻ. കാഷായാംബര ബഹുകൃതവേഷഃ, കാഷായാംബരം, കാഷായത്തിൽ മുക്കിയ വസ്ത്രം, കാഷായ വസ്ത്രം തുടങ്ങി ബഹുകൃതങ്ങളായ വേഷങ്ങളോടൊത്തവൻ. പശ്യൻ അപി, പശ്യൻ കാണുന്നവൻ, അപി എങ്കിലും, കാണുന്നവനാണെങ്കിലും, ന പശ്യതി കാണുന്നില്ല, മൂഢഃ മൂഢനാണ്. എന്നിട്ട് പറയാണ്, ഹി നിശ്ചയമായും ഉദരനിമിത്തം, ഉദരനിമിത്തമാണ് ബഹുകൃതവേഷഃ, ബഹുകൃതവേഷനാണ്. ഉദരനിമിത്തം ബഹുകൃതവേഷനാണ്. വയറിന് വേണ്ടി പലവിധ വേഷം കെട്ടി നടക്കുന്നവനാണ്. ഇവിടെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് സന്യാസിയുടെ ബാഹ്യ ലക്ഷണങ്ങളെയാണ്, ലിംഗങ്ങളെയാണ്. ജഡിലഹ, ജഡ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ബാഹ്യ സംസ്കാരങ്ങളെ ചെയ്യാത്തത് കൊണ്ട് തലമുടി വെട്ടിയൊതുക്കി വയ്ക്കുക, ചീകി വൃത്തിയാക്കി വയ്ക്കുക തുടങ്ങിയവയൊന്നും ചെയ്യാത്തത് കൊണ്ട്, ദേഹസംസ്കാരത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി തന്നെ ജഡ പിടിച്ചിരിക്കുകയാണ്. ഇനി പ്രത്യേക വ്രതങ്ങളുടെ ഭാഗമായിട്ട് പേരാലിൻ്റെ നീരും മറ്റും ഉപയോഗിച്ചിട്ട് ജഡയുണ്ടാക്കുന്ന സംവിധാനമുണ്ട്. ഏത് വിധത്തിലായാലും തൻ്റെ വിരക്തിഭാവത്തെ ഉദ്ദീപിപ്പിക്കുന്നതിന് ജഡ ധരിച്ചു കൊണ്ട് കഴിയുന്നു ചിലർ. മറ്റു ചിലരോ മുണ്ടീ, മുണ്ടനം ചെയ്തിരിക്കുകയാണ്. അതാ ഇതുപോലെ, ഈ തല പോലെ മുണ്ടനം ചെയ്തിരിക്കുകയാണ്, മൊട്ട പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മൊട്ട പിടിച്ച തലയോടുകൂടിയവൻ. അവിടെ കേശാലങ്കാരങ്ങൾ ചെയ്ത് തലമുടിയെല്ലാം കോതി ഒതുക്കി വെച്ച് അതാണ് സൗന്ദര്യമെന്നോ അല്ലെങ്കിൽ സുശീലമെന്നോ ഒക്കെ ഉള്ള ഭാവത്തോടു കൂടി ലോകവ്യവഹാരം ചെയ്യുന്നു നാം. അതിനെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലുഞ്ചിതകേശ, ലുഞ്ചനം ചെയ്യച്ച പിഴുതെടുക്കുകയാണ്. അത് ചില ബൗദ്ധ യതിമാരുടെ കൂട്ടത്തിലൊക്കെയാണ് അത് കേട്ടിട്ടുള്ളത്, തലമുടി പിഴുതെടുക്കുന്ന രീതി. ഇനി വസ്ത്രമോ കാഷായാംബര ബഹുകൃതവേഷ, കാഷായ വസ്ത്രം തുടങ്ങി ബഹുകൃതങ്ങളായ വേഷങ്ങൾ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ സന്യാസിയാണെങ്കിൽ കാഷായ വസ്ത്രം ധരിക്കുന്നു. കഷായത്തിൻ്റെ ഭാവം അതാണല്ലോ കാഷായം. കഷായത്തിൽ മുക്കിയ വസ്ത്രം, കടുക്ക തുടങ്ങിയവ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാവി മണ്ണ് ഉപയോഗിച്ചുള്ള കഷായത്തിൽ മുക്കിയെടുക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു. കാഷായാംബരം, കാവി മണ്ണിൽ മുക്കിയിട്ടാണ് ഈ വസ്ത്രങ്ങളൊക്കെ. അങ്ങനെ ബഹുകൃതങ്ങളായിരിക്കുന്ന വേഷങ്ങളെ സാമാന്യ ലൗകിക വൃത്തിയിലല്ലാതെയുള്ള സന്യാസഭാവത്തെ കാണിക്കുന്ന വിവിധങ്ങളായ വേഷങ്ങളെ ധരിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ തത്വദർശനത്തിനാണ്. പരമാത്മ സാക്ഷാത്കാരമാകുന്ന പരമജ്ഞാനമാകുന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വിവിധിഷുവായി ഗുരുവെ പ്രാപിച്ചിട്ടാണ് സന്യസിക്കുന്നത്. അപ്പം അവൻ പരമസത്യദർശനത്തിനാണ്. അതവനറിയാം. പശ്യൻ, കാണുന്നവനാണ്. സന്യാസത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും കാണുന്നവനാണ്. അപ്പി എങ്കിലും ന പശ്യതി, കാണുന്നില്ല. എന്തിനായിക്കൊണ്ടാണോ ഈ ജീവിതക്രമമെല്ലാം സ്വീകരിച്ചത് അത് കാണുന്നില്ല. ആ സത്യദർശനത്തെ നേടുന്നില്ല. അജ്ഞാനബദ്ധനായി തന്നെ കഴിയുകയാണ്. അഥവാ അവൻ ഈ ലോകത്തെയും ലോകവ്യവഹാരങ്ങളെയും എല്ലാം കാണുന്നുണ്ട്. ആശ്രമഭേദങ്ങളെയും എന്തിനു വേണ്ടിയാണ് സന്യാസം എന്നുള്ളതും എല്ലാം കാണുന്നുണ്ട്. എങ്കിലും ന പശ്യതി, സത്യത്തെ കാണുന്നില്ല. എന്തുകൊണ്ട്? മൂഢഃ, ഇപ്പോഴും അവൻ മായയാൽ മോഹിതൻ തന്നെയാണ്.
മായാമോഹത്തെ ജയിക്കുന്നതിനായിക്കൊണ്ടുള്ള ബാഹ്യലിംഗങ്ങളെല്ലാം ധരിച്ചെങ്കിലും സന്യാസവ്രതം സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും മൂഢനായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം വന്നു. പരമ തത്വദർശനത്തിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിൽ, സന്യാസത്തിൻ്റെ ലക്ഷ്യമായ പരമ തത്വ സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണിതൊക്കെ? അവിടെയാണ് പറയുന്നത് ഉദരനിമിത്തം ബഹുകൃതവേഷ. ഉദരനിമിത്തം വയറിന് വേണ്ടിയിട്ട്, ഭിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബഹുകൃതവേഷം ധരിച്ചിരിക്കുന്നു. പല പ്രകാരത്തിൽപ്പെട്ട വേഷവും കെട്ടി നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് സന്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്നില്ലല്ലോ എന്ന് പറയുക ചെയ്യുന്നത്. ഇവിടെ ഉദരനിമിത്തം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുക്കണം. കാരണം വെറും വിശപ്പ് മാറാനോ ഭക്ഷണം കിട്ടാനോ വേണ്ടി മാത്രമല്ല, മറിച്ച് അതിലൂടെ അർത്ഥമാക്കപ്പെടുന്ന മറ്റ് പല കാര്യങ്ങളുമാവാം, ലബ്ധികളുമാവാം. എല്ലായിടത്തും പോയി ഭിക്ഷ ലഭിക്കുക, അല്ലെങ്കിൽ ആദരവ് ലഭിക്കുക, സന്യാസി എന്നുള്ള ആ ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് നേടുക, അതിൽ നിന്ന് കാര്യസാധ്യങ്ങൾ ഉണ്ടാവുക, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവാം. ഇപ്രകാരം എല്ലാത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്ന പദമാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ച പദമാണ് ഉദരനിമിത്തം എന്നത്. ഉദരം ഇവിടെ ബാഹ്യമായ ഇതിനെ കാണിക്കുന്നു. അപ്പോൾ ബാഹ്യങ്ങളായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ സന്യാസവേഷവും കെട്ടി നടക്കുന്നത് എന്ന് പറയുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ ഒരു ശ്ലോകം ഇന്നും എന്നും പ്രസക്തമായി തന്നെ ഉള്ളതാണെന്ന് ഓർമ്മിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശങ്കരാഭരണം സങ്കടവാരണോ സന്തതം വെട്ടിക്കോട്ടം ബലവാസിനം അംബുജനാഭനം സർവചരാചരവും ഇമ്പമായി വാഴുന്ന ബ്രഹ്മശയ്യാതലം അംബുജനാഭനം. വെട്ടിക്കോട്ടാതിമൂലം വാഴും ശ്രീനാഗരാജ നവൂറുപ്പാടി പുകഴ്ത്തുന്നേ നാടിയങ്ങൾ. സന്താപമൊക്കെയും സന്തതം തീർക്കേണം, സന്താന സൗഭാഗ്യം തന്നരുളിയിടേണം. സർപ്പക്കളമിട്ടു കർമ്മങ്ങൾ ചെയ്തിടാം, ആയില്യം നാളിലെ ജാതനേ നിൻ